ഹലോ ഗൈസ്, എല്ലാവർക്കും ക്രിപ്റ്റോ മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പുതിയ ഫാമിംഗ് പ്രോജക്റ്റിൻ്റെ പേര് പിഗ്ഗി എന്നാണ്. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ മെക്കാനിസംസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ പേഴ്സണലി ഇത് ഫാം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്, ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഓൾമോസ്റ്റ് ഒരു മന്ത് ആവുന്നുള്ളൂ. ഇതിൻ്റെ പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സൊന്നും അധികം ആയിട്ടില്ല ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരാം. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് വർക്കിംഗ് എന്നുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് വർക്കിങ്ങിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടിയിൽ ഒരു ടാസ്ക് ബാർ കാണാൻ പറ്റും. ഇവിടെ കുറേ ടാസ്കുകൾ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഇവിടെ റോൾസ്, അങ്ങനെ മീൻസ് പല പല റോളുകൾ, അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്യാനുള്ളൊരു റീസൺ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ എന്തുണ്ട്, ടെലഗ്രാം വാലറ്റ്സ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ കുറവാണ്. സ്റ്റാർട്ടിങ് തന്നെ വാലറ്റ് കണക്ഷൻ കാര്യങ്ങളൊക്കെ എല്ലാ ഇതിലും വരാറില്ല. ഓക്കെ, അപ്പോൾ ഇത് സെലക്ട് ചെയ്യാനുള്ള വേറൊരു കേസ് എന്ന് വെച്ചാൽ ഇവർ ടെലഗ്രാമിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ ഇവർ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഈ പ്രോജക്റ്റിൻ്റെ 100% ടോക്കൺസും എത്ര ടോക്കൺസ് ഇവർ ഭാവിയിൽ റിലീസ് ചെയ്യുന്നുണ്ടോ ആ റിലീസ് ചെയ്യുന്ന ടോക്കൺസ് ഫുള്ള് ഇവരെന്ത് ചെയ്യും, കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ പ്ലെയേഴ്സിനാണ് കൊടുക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് 10% 20% അല്ല പ്ലെയേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ എത്ര നോട്ട് കോയിനൊക്കെ ചെയ്ത പോലെ എത്ര ടോക്കൺസ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത്രയും ടോക്കൺസ് കമ്മ്യൂണിറ്റിക്കാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അബൌട്ട് PPT എന്ന് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഇതിൻ്റെ ഉള്ളിൽ ടോക്കണിൻ്റെ പേരാണ് PPT കേട്ടോ. ഓക്കെ, ഈ പിഗ്ഗി ടോക്കണാണ് സംഭവം. അപ്പോൾ അബൌട്ട് PPT എടുക്കുകയാണെങ്കിൽ ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെ ഒരു PPT എന്ന് പറഞ്ഞാൽ $0.01 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ അവരിത് എക്സാക്റ്റ് ഒരു എമൗണ്ട് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചായിരിക്കും എന്താ പറയുക ടോക്കൺസിൻ്റെ നമ്പറും അതുപോലെ തന്നെ ഇറക്കുമ്പോൾ ഇതിൻ്റെ വാല്യുവേഷൻ വരാം. അതുപോലെ തന്നെ ഇവർ എക്സാക്റ്റ് ആയിട്ട് ഏതൊക്കെ എക്സ്ചേഞ്ചുകളാണ് ഇവർ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും കൊടുത്തിട്ടുണ്ട്. ഇത് എത്രത്തോളം അതിലൊരു ജെനുവിനിറ്റി ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഇവർ ഇത്രത്തോളം കുറച്ചുകൂടി ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇവിടെ മെക്സി. ഓക്കെ, മെക്സി എന്നൊക്കെ പറയും. ഓക്കെ, ആ ഒരു എക്സ്ചേഞ്ചിത്തെ ലിസ്റ്റിങ്ങിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും ഇവർ ഓൾറെഡി ചെയ്തതെന്നാണ് പറയുന്നത്. അതായത് 100% ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി അതുപോലെ ചെറിയ ചെറിയ എക്സ്ചേഞ്ചുകൾ ബിറ്റ്ഗെറ്റ്, Gate.io, KuCoin, അതിലൊക്കെ 80-90% ഒക്കെ ഇവർ ചെയ്ത് വെച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഇൻടോക്കിലായിരിക്കും സംഭവം നടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് മെയിനായിട്ടൊരു ഫോക്കസ് ആയത് 1 PPT സ്കിൽ $0.01. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം കാലമായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവർ പറയുന്ന പോലെ തന്നെ റിലീസ് വരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു തിരക്കേടില്ലാത്ത എമൗണ്ട് കിട്ടും. അത് മാത്രമല്ല റിലീസും ഇവർ പറയുന്നുണ്ട് ഒക്ടോബർ, അതായത് ഇക്കൊല്ലം ഒക്ടോബർ ലാസ്റ്റിലായിട്ടാണ് ഇവർ റിലീസ് ചെയ്യുന്നതാണ് ഇവരുടെ ഒഫീഷ്യൽ ചാനലിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ബോണസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരിക്കും. ആ ബോണസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ടാസ്ക് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വാലറ്റ് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവരെ വേണമെങ്കിൽ ടെലഗ്രാമിലും യൂട്യൂബിലും ട്വിറ്ററിലൊക്കെ വേണമെങ്കിൽ ഫോളോ ചെയ്തിട്ട് കുറച്ച് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിലത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് നമ്മൾ എന്തിട്ടാണ് ഒരു ഹോട്ടലിൽ അങ്ങനത്തെ ഒരു വർക്കിംഗ് ഇതാണ്, ഒരു ടൈപ്പ് ഓഫ് ഗെയിമാണിത്. ഇതിൽ കാണാൻ പറ്റും ഇൻറ്റേൺ എന്ന് പറഞ്ഞൊരു ടൈപ്പ് റോളുണ്ട്, എംപ്ലോയി എന്ന് പറഞ്ഞ റോളുണ്ട്, മാനേജർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റോൾസൊന്നും എല്ലാവർക്കും കിട്ടുന്നതല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഇൻറ്റേൺ ആയിട്ടാണ് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻറ്റേൺ എന്തുണ്ടായിരിക്കും, ഒരു ഇൻറ്റേൺ ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇൻറ്റേണിൻ്റെ ടാസ്കുകളാണ് ഈ അടിയിൽ കാണുന്നത്. ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും ഇത്ര വെച്ചിട്ട് പിഗ്ഗി ടോക്കൺസ് കിട്ടും. ഒരു ദിവസം ഒരു ഇൻറ്റേൺ കിട്ടണ മാക്സിമം ടോക്കൺസ് 100 ആണ്. അതായത് 100 എന്ന് പറയുമ്പോൾ ആ 100 ടോക്കൺസ് അനുസരിച്ചുള്ള ടാസ്കുകളായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഒരു എംപ്ലോയിക്ക് 200 ടോക്കൺസ് ആയിരിക്കും കിട്ടുക. അതുപോലെ മാനേജറിന് 420 ടോക്കൺസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, പക്ഷേ മാനേജർ എന്നുള്ള പോസ്റ്റ് എല്ലാവരും കിട്ടില്ല. $49 അങ്ങോട്ട് കൊടുത്താലും കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും $49 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കണില്ല. പക്ഷേ അതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ മാനേജർ പോസ്റ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ കറക്റ്റ് കാണാൻ പറ്റുമത് വെറും 1000 പോസ്റ്റ് മാത്രമേ എന്തുള്ളൂ, മാനേജർ പോസ്റ്റ് ഉള്ളൂ. ഓക്കെ, അത് മാത്രമല്ല അവർ കറക്റ്റായിട്ട് പറയുന്നത് $4.2 ഓൾമോസ്റ്റ് എന്ത് കിട്ടുന്നുണ്ട് ഒരു മാനേജർക്ക് ഏർണിങ്സ് വരുന്നത്. അതവരെങ്ങനെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ കണ്ടതാണ്. അതായത് നമ്മൾ റോൾസ് എടുക്കുമ്പോൾ ഒരു മാനേജർക്ക് എത്രയാണ് 420 PPT ആണ് ഡെയിലി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 420 PPT കിട്ടുമ്പോൾ ഒരു PPT വില നമുക്കറിയാമല്ലോ, ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ ഇത്രയാണ് വരാമെന്ന് പറഞ്ഞത്. 0.01 വരുന്നതാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 420 കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം ഒരു $4.2 ഏർണിങ്സ് ആണ് ഒരു മാനേജർ ഉണ്ടാവും. അപ്പോൾ അത് കുഴപ്പമില്ലാത്തതാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ $49 തിരിച്ചു പിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ എംപ്ലോയീസ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ 200 കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഒരു $2 ഏർണിങ്സ് ഡെയിലി ഉണ്ടാവും. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് സെഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെയുള്ള രീതിയിൽ ഈ ഒരു വാല്യുവേഷൻ എനിക്ക് വന്നില്ല എന്നെങ്കിൽ കൂടി ഇവർ സക്സസ്ഫുള്ളി ഇത് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യും, കുഴപ്പമില്ലാത്ത എമൗണ്ട് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ടോക്കൺസിനാണ് മെയിനായിട്ട് ഇത് വരുന്നത്, ഏത് ഇമ്പോർട്ടൻസ് വരുന്നത്. അതുപോലെ തന്നെ ഈ റോൾസിൻ്റെ കേസ് പറഞ്ഞത്, അത് മാനേജർ എന്താണ് ആ കൂടി 1000 മാനേജേഴ്സാണ് ഈ ഗെയിമിൽ തന്നെ ഉണ്ടാവുള്ളൂ. ആ രീതിയിലാണ് ഇവർ കൊടുത്തു പോകുന്നത്. അതുകൊണ്ടും കൂടിയാണ് എന്ത് ചെയ്ത് ഇവർ ഇത്രയ്ക്ക് വാല്യൂ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഒരു 1000 പേര്, ഫസ്റ്റ് വരുന്ന ഒരു 1000 പേര് മാനേജർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഗെയിം എത്ര വളർന്നാലും ഒരു 3 മില്യൺ ആയാലും 4 മില്യൺ 10 മില്യൺ പ്ലെയേഴ്സ് ആയാലും അതിൽ ആ കൂടി 1000 പേരാണ് എന്താണല്ലോ മാനേജേഴ്സ് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ രീതിയിലാണ് ഇവർ ചെയ്ത് വെച്ചോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം കുഴപ്പമില്ല, സെറ്റാണ്. അതുപോലെ തന്നെ എംപ്ലോയി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഓക്കെ, എംപ്ലോയി എന്ന് പറഞ്ഞ സംഭവമാണെങ്കിൽ നമുക്കൊരു 2599 PPT ഇതിൽ കളക്ട് ചെയ്തിട്ട് ഇതിൽ തന്നെ പേ ചെയ്യണം. ഓക്കെ, നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യ എന്നുള്ള രീതിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയിക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിൽ കണ്ടാണ് എംപ്ലോയിയുടെ ഒരു ദിവസത്തെ ഏണിംഗ് വരുന്നത് 200 PPT ആണ്. അപ്പോൾ അവർ വെച്ച റേറ്റ് വെച്ചാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ദിവസം $2 ഏണിംഗ് ആണ് ഉണ്ടാവുക. ഓക്കെ, അത് മാത്രമല്ല ഈ എംപ്ലോയിയുടെ സ്പോട്ടും എന്താണ് ഭയങ്കര കുറവാണ്. അതായത് 10,000 എംപ്ലോയീസാണ് ഈ ഗെയിമിൽ കൂടി ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവർ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സെറ്റ് ചെയ്തുകൊണ്ടത്. ഓക്കെ, അപ്പോൾ അതിപ്പോൾ 10,000 എന്നുള്ളത് അവർ ചിലപ്പോൾ ഭാവിയിൽ ഇപ്പം ചിലപ്പോൾ കുറച്ച് കൂട്ടിയാലും ഇപ്പോൾ ഒരു 5 മില്യൺ 10 മില്യൺ പ്ലെയേഴ്സ് കാണുന്ന പോലത്തെ ഗെയിം ആവണമെങ്കിൽ ഈ 10,000 എന്നുള്ള നമ്പർ ചിലപ്പോൾ കൂട്ടിയിട്ട് 1 ലക്ഷം ആക്കുകയാണെന്നുണ്ടെങ്കിലും എന്താണ് നമ്മളൊരു മാനേജർ എന്നുള്ളത് ഒരു പോസ്റ്റ് ഇതിൽ വരുന്ന ടൈമിലാണെങ്കിലും ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ള പോസ്റ്റായിട്ട് മാറും. കാരണം ഒരു 1 ലാക്ക് പോസ്റ്റ് ഉള്ളതെങ്കിൽ കൂടി അത് ഭയങ്കര ചെറിയൊരു നമ്പറാണ് ഒരു വലിയ ഗെയിമിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഈ മാനേജറിൻ്റെയും അതുപോലെ എംപ്ലോയിയുടെ ഒക്കെ പോസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എന്താണ് ചെയ്ത് തുടങ്ങുന്നവർക്ക് മാത്രമാണ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓട്ടോമാറ്റിക്കലി ഒരു മാസം കഴിയുമ്പോഴേക്കും എന്തായാലും എന്ത് ചെയ്യും, ഈ പറയുന്ന സ്പോട്ടുകളൊക്കെ ഫില്ലായി പോകും. പിന്നെ കയറുന്ന ഇതിൽ ജോയിൻ ചെയ്യുന്ന എത്ര പ്ലെയേഴ്സ് ജോയിൻ ചെയ്യണോ അവർക്കൊക്കെ എന്ത് കിട്ടുള്ളൂ, ഇന്റേൺ ആയിട്ട് മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൽ അഡ്വാൻറ്റേജസ് ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ തന്നെ ടാസ്കുകൾ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഒരു കാർഡ് ജസ്റ്റ് ടച്ച് ചെയ്യാം, അപ്പോൾ കാണിക്കും 20 സെക്കൻഡ് എന്നുള്ളത്. അപ്പോൾ അത്ര നമ്മൾ സ്റ്റാർട്ട് വർക്കിംഗ് കൊടുത്താൽ 20 സെക്കൻഡിൽ എന്ത് ചെയ്യും, അത് വർക്കിംഗ് കഴിയും. അപ്പോൾ ആ വർക്കിംഗ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ കാർഡ് ഇതുപോലെ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം എന്താണ് ഇന്റേൺ ആകുമ്പോൾ ഒരു 100 PPT കിട്ടാനുള്ള അത്രയ്ക്ക് വർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ടാസ്കുകളൊക്കെ ചെയ്യുക, നമ്മൾ PPTs ഏൺ ചെയ്യുക, നമ്മൾ എംപ്ലോയിയുടെ എന്താണ് വേക്കൻസീസ് ഫില്ലായി കഴിയുന്നതിന് മുന്നേ പരമാവധി 2500 ആ ഒരു കോയിൻസിക്ക് എത്തിച്ചാൽ നമുക്ക് എംപ്ലോയ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിലും ഇഷ്യൂ ഒന്നുമില്ല, നമുക്ക് ഇന്റേണായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്താലും എന്താണ് നമുക്ക് 100 ടോക്കൺസ് കിട്ടുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, അപ്പോൾ അത് വെച്ചുമ്പോൾ 100 ടോക്കൺസ് വെച്ച് പോയാലും എന്താണ് ഒരു ദിവസം $1 വാല്യൂഷനാണ് ഇവർ വെച്ച് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസമൊക്കെ നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു വാല്യൂഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു $100 $200 ആ ഒരു രീതിക്ക് എത്തും ഒക്ടോബർ ആകുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്നവർക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഇത് 100% സക്സസ്ഫുൾ ആവുമെന്ന് ഈ ഒരു സ്റ്റേജിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ പോളിസീസ് അതുപോലെ തന്നെ ഫ്യൂച്ചറിലുള്ള പ്ലാനൊക്കെ ഇവർ കറക്റ്റായിട്ട് ഇവരുടെ ഒഫീഷ്യൽ ഹാൻഡിൽസിലൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് 100% ടോക്കൺസ് എന്താണ് പബ്ലിക്കിന് തന്നെ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ പിക്സൽവേഴ്സിൻ്റെ കേസിൽ വന്നപ്പോൾ 10% ആണ് അവർക്ക് എന്ത് കൊടുത്തത്, പബ്ലിക്കിന് കൊടുത്തത്. അത് മാത്രമല്ല 7 മില്യൺ യൂസേഴ്സ് ഉണ്ടായിരുന്നു, അതിലത്തെ 1 മില്യൺ യൂസേഴ്സിന് മാത്രമേ എന്ത് കിട്ടുള്ളൂ, പിക്സൽ ടോക്കൺസ് കിട്ടുള്ളൂ. ബാക്കിയുള്ള പ്ലെയേഴ്സിനൊക്കെ എന്താണ് NFT ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എയർ ഡ്രോപ്പ് കിട്ടി. പക്ഷേ ഒരു 6-6.5 മില്യൺ പ്ലെയേഴ്സിനൊക്കെ NFTയും ബാക്കി 1 മില്യൺ പ്ലെയേഴ്സിന് മാത്രം എന്ത് കിട്ടിയുള്ളൂ, ടോക്കൺസ് കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് അത് കിട്ടിയില്ല ലെവലൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇതിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അത് പ്ലെയേഴ്സ് ആരൊക്കെ കളിക്കേണ്ട അവരുടെ ടോക്കൺസിനനുസരിച്ച് ഒരു വാല്യൂഷൻ വരും. അതാണ് ഇപ്പോൾ അവർ ടോക്കണിൻ്റെ വാല്യൂം കൊടുത്തിട്ട് 0.01. അതുപോലെ തന്നെ ഒരു എക്സ്ചേഞ്ചിലും മിനിമം അവർ ഓക്കെ ആയെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ സർട്ടൻ റോൾസൊക്കെ ഉണ്ട് ഓൾറെഡി. എന്താണ് ഗെയിമിന് ഒരു സ്ട്രക്ചർ ഒരു കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര ഒരു ബാഡായിട്ടുള്ളൊരു ഗെയിം പോലെ തോന്നിയില്ല. അപ്പോൾ സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ റോൾസ് കാര്യങ്ങളൊക്കെ സ്ട്രക്ചറായിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ റോൾസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അത്യാവശ്യം ഫൈറ്റ് കാര്യങ്ങളൊക്കെ വരും. ആളുകളുടെ ഒരു തിക്കും തിരക്കൊക്കെ ഉണ്ടാവുള്ള. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നതോറും ഗെയിമിന് ഫോളോവേഴ്സ് കൂടും, സക്സസ് ആവാനുള്ള ചാൻസസ് കൂടുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറുന്നവർക്ക് അതിൻ്റെ ഒരു എന്താണ് ഒരു ലാഭം എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവർ പറയുന്ന രീതിക്ക് എത്താണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇനി വരുന്നതനുസരിച്ച് നമ്മളെന്തായാലും ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂട്യൂബിലാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന ലിങ്കിൽ പോയിട്ട് ജോയിൻ ചെയ്യാം.
അപ്പോൾ ഇന്റേണായിട്ട് തുടങ്ങാം. നിങ്ങൾക്ക് എംപ്ലോയി ആവാനാണ് മെയിനായിട്ടുള്ള ടാസ്ക് വരുന്നത്. അപ്പോൾ എംപ്ലോയി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏർണിംഗ് ഓപ്പർച്യൂണിറ്റി കൂട്ടാൻ പറ്റും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിലും കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ.